വെൽക്കം ടു നദൂസ് യൂട്യൂബ് ചാനൽ. നദൂസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പരിപ്പ് വടയാണ്. 4 മണിയൊക്കെ ആകുമ്പോൾ ചൂട് കട്ടൻ കാപ്പിയുടെ നമുക്കിന്നൊരു പരിപ്പ് വടയായാലോ. ബായ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഇതിന് വേണ്ടത് വടപ്പരിപ്പാണ്. വടപ്പരിപ്പ് സാമ്പാർ പരിപ്പിലും കുറച്ചും കൂടെ വലുതാണ് വടപ്പരിപ്പ് എന്ന് പറയുന്നത്. വടപ്പരിപ്പാണ് നമുക്ക് പരിപ്പ് വടയ്ക്ക് എടുക്കാൻ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ ആയിട്ടുള്ളത്. നമുക്കിത് വടപ്പരിപ്പ് എടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ്സാണ് ഞാൻ വടപ്പരിപ്പ് എടുക്കുന്നത്. ഞാൻ ഈ ഗ്ലാസ്സിലാണ് അളന്നെടുക്കുന്നത്. 2 വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഞാൻ 2-3 മണിക്കൂറേക്ക് സോക്ക് ചെയ്യാൻ വെക്കുകയാണ്. 2-3 മണിക്കൂറായിട്ടുണ്ട്. വടപ്പരിപ്പ് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി ഈ കംപ്ലീറ്റ് വെള്ളം ഇതിൽ നിന്ന് അരിച്ചു മാറ്റി കളയണം. കാരണം നമ്മൾ പരിപ്പ് വട ഉണ്ടാക്കുമ്പം വെള്ളം ഒഴിച്ചല്ല നമ്മളിത് അരച്ചെടുക്കുന്നത്. വെള്ളം ഒട്ടും തന്നെ പാടില്ല. ഞാൻ ഒരു പാത്രത്തിലേക്ക് സവാളയാണ് ഞാൻ ആദ്യമേ ഇട്ട് കൊടുക്കുന്നത്. ഒരു സവാളയുടെ പകുതിയാണ് ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊച്ചുള്ളി എടുക്കാം, സവാളയും കൊച്ചുള്ളിയും കൂടെ എടുക്കാം. ഏതായാലും നമുക്കിതിലേക്ക് ഇട്ടു. പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് കറിവേപ്പിലയാണ്. 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി ഒരു കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. 5 അല്ലി വെളുത്തുള്ളി നന്നായിട്ട് തൊലിയോടുകൂടി തന്നെ കഴുകിയിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് പെരുംജീരകം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ 5 അല്ലി വെളുത്തുള്ളിയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അരയാൻ പാടില്ല, ഇത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയാണ്. പിന്നെ നമുക്ക് പരിപ്പെടുക്കാം. പരിപ്പിലെ വെള്ളമെല്ലാം കംപ്ലീറ്റ് പോയതിന് ശേഷം 2 സ്പൂൺ പരിപ്പ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അതിനുശേഷം ബാക്കി പരിപ്പ് ഞാനൊരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. ഇത് ഞാൻ അരയ്ക്കാൻ പോവുകയാണ്. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ നമ്മളിത് അരയ്ക്കാൻ പോകുന്നത്. നമുക്കിത് അരച്ചിട്ട് വരാം. അരച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ആ മിക്സിയിലേക്ക് ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നീട് ബാലൻസ് മാറ്റി വെച്ചിരുന്ന 2 സ്പൂൺ പരിപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നീട് നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന പെരുംജീരകവും വെളുത്തുള്ളിയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് പച്ചമുളക് ഞാൻ ഓൾറെഡി 2 എണ്ണം ഞാൻ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ക്യാമറ ഓഫായിരുന്നു. ഞാൻ ഇതിന് മുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നീട് വറ്റൽമുളക്, ഞാനൊരു വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. ഒരു വറ്റൽമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, നിങ്ങൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതിലേക്ക് കൈകൊണ്ട് നന്നായിട്ടിത് യോജിപ്പിച്ചെടുക്കുക. എല്ലായിടവും ഉപ്പ് എത്തത്തക്ക രീതിയിൽ നമ്മുടെ കൈകൾ കൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ഇത് യോജിപ്പിച്ചെടുക്കുക. ആയതിനു ശേഷം നമുക്ക് കൈ കൊണ്ടൊന്ന് ഉണ്ട ഉരുട്ടിയിട്ട് നമ്മുടെ പരിപ്പോടയുടെ ഷേപ്പിലൊന്നാക്കി നോക്കണം. കാരണം എണ്ണയിലേക്ക് ഇടുമ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോഴേ നോക്കുന്നത്. ഇത് കറക്റ്റ് പരുവമാണ്. നമുക്കിനി ഗ്യാസിലേക്ക് നമുക്ക് ചീനിച്ചട്ടി ഗ്യാസിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ചീനിച്ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായെന്ന് നോക്കാനായിട്ട് നമുക്ക് ആ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതിനകത്ത് നിന്ന് ഒരു നുള്ളി ഇട്ട് കൊടുത്ത് നോക്കാം. ഗ്യാസിൽ തീ വെക്കുമ്പോൾ നമ്മൾ കുറച്ച് വേണം തീ വെക്കാനായിട്ട്. തീ ഒരുപാട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പരിപ്പ് വട പെട്ടെന്ന് തന്നെ കരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കെപ്പോഴും തീ കുറച്ച് വേണം നമ്മൾ വെക്കാനായിട്ട്. നമ്മുടെ കൈവെള്ളയിലോട്ട് വെച്ച് നമുക്ക് പരിപ്പ് വടയുടെ ഷേപ്പാക്കി നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ഇത് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് തിരിച്ചും മറിച്ചും വിട്ട് 2 സൈഡും മൂത്തതിന് ശേഷം നമുക്കിത് മാറ്റാം. ഇത് ഇനിയും ഈ വെച്ചെന്നാൽ ഒരുപാട് കരിഞ്ഞു പോകും. ഇത് നമുക്കിപ്പോൾ തന്നെ മാറ്റാം. അങ്ങനെ നമുക്ക് സ്വാദിഷ്ടമായ പരിപ്പ് വട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. 4 മണിക്കൊക്കെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പം കുട്ടികൾക്ക് കൊടുക്കാം. നല്ല സ്വാദിഷ്ടമായ പരിപ്പ് വടയാണ്. താങ്ക് യു.